ഇല്ല കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗീതു അവർണയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവർണയെ പറഞ്ഞു, ഗീതുവിന് അറിയത്തില്ലാഞ്ഞിട്ടാ അജാസിക്കയുടെ സ്വഭാവം എന്താന്ന്. അജാസിക്കയ്ക്ക് എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു, അതെനിക്ക് മനസ്സിലായ കാര്യമാണ്. അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്തുക്കളൊക്കെ സൂക്ഷിച്ചെടുത്ത് വെക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡ്രോയ്ക്കകത്ത് ഞാൻ ഉപയോഗിച്ച പല വസ്തുക്കളും കണ്ടെന്ന് പറയാണ്. ഇത് കേട്ടതും ഗീതു പറഞ്ഞു, സത്യമാണോ അവർണിക തനി പറയണെന്ന് ചോദിക്കാം. സത്യം ഗീതു, ഞാൻ എന്തിനീ കള്ളം പറയണെന്ന് ചോദിക്കാം. പക്ഷെ ഇപ്പോഴെന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഗീതു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല, ഞാൻ കണ്ണേട്ടനോട് പറയാം, കണ്ണേട്ടനുമായിട്ട് സംസാരിക്കാന്ന് പറയണം. കണ്ണേട്ടൻ അജാസക്കയോട് സംസാരിക്കട്ടെ. ഇത് കേട്ടപ്പോൾ അവർണയെ പറഞ്ഞു, ഒരു പക്ഷേങ്കിൽ ഈ മാറ്റത്തിന്റെ കാരണം എൻ്റെ ഡാഡി തന്നെയായിരിക്കും. എൻ്റെ ഡാഡിക്ക് താല്പര്യമില്ല അജാസക്കയോട്, അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേങ്കിൽ ഇക്ക ഒഴിഞ്ഞു മാറി നടക്കണേന്ന് പറയാണ്. ഗീതു പറഞ്ഞു, അങ്ങനെ എന്തേലും ആണെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാന്നൊക്കെ പറയാണ്. ഈ സമയത്ത് കാഞ്ചന രേഖയും പ്രിയയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കാഞ്ചനയോട് രേഖ ഓരോ കാര്യങ്ങൾ പറയാണ്, ഫുഡിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഓരോരുത്തർക്കും ഓരോ വിഭവങ്ങൾ വേണം. പ്രിയയ്ക്കും ഗോവിന്ദനും ചപ്പാത്തി വേണം, പിന്നെ നൂഡിൽസ് രഞ്ജുവിന് വേണം, പിന്നെ ഗീതുവിനാണെങ്കിൽ കഞ്ഞി വേണം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വിഭവങ്ങളാണ് വേണ്ടേ. അപ്പോൾ അത് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേനും കാഞ്ചന പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റില്ല. അതെ, ഏതായാലും ഒരു വിഭവം മാത്രം ഞാൻ ഉണ്ടാക്കുള്ളൂ, ഇത്രയൊക്കെ ഉണ്ടാക്കണമെങ്കിലേ എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ രേഖ പറഞ്ഞു, അതിനിപ്പം കാഞ്ചനക്ക തന്നെ വേണ്ട, ഞങ്ങളിവിടെ കയറി സഹായിക്കാന്ന് പറയാം. പറ്റില്ല എന്ന് പറയണം. ഓഹോ, പറ്റില്ലല്ലേ എന്ന് പ്രിയ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം പിന്നീട് രഞ്ജു എന്ത് ചെയ്യുകയാണ്, രഞ്ജു അവിടെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ധ്യാനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ധ്യാനോട് പറയാം, ധ്യാനെ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ട് വന്നേ മതിയാവുള്ളൂ, അല്ലെങ്കിലുണ്ടല്ലോ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് കയറി വരുമെന്ന് പറയാം. ആഹാ, അങ്ങനെയാണോ, അന്നെങ്കിൽ ചുണ ഇങ്ങോട്ട് കയറി വരാൻ പറയാണ്. നീ വരത്തില്ലല്ലേ, എനിക്കിപ്പോൾ നല്ല സംശയമുണ്ട്, ഇനി അവിടെ പോയിട്ട് വേറെ ആരെയും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുവാണെന്ന്. അങ്ങനെ എന്തേലും ആണെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് ഒരു വരുമെന്ന് പറയാണ്. ആ സമയം വരുണ് ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും മുറിയിൽ കയറി സ്വർണ്ണം എടുക്കാൻ വേണ്ടി പാത്തും പതുങ്ങി നിൽക്കുകയാണ്. അവിടെ നിന്ന് രഞ്ജു ഫോൺ വിളിക്കുന്നതുകൊണ്ട് അങ്ങോട്ടേക്ക് കയറാൻ പറ്റുന്നില്ല. ഓഹ്, ഈ ഭണ്ഡാരം സൊള്ളാൻ കണ്ട സമയം ഒന്ന് പോവാണേ രക്ഷപ്പെട്ടായിരുന്നു. അപ്പോഴേക്കുമാണ് ഗോവിന്ദ മുറിയിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ടേക്ക് വരുന്നത്. ഓഹ്, രക്ഷപ്പെട്ടു. ഗോവിന്ദേണ്ണൻ പുറത്തേക്ക് ഇറങ്ങി പോവാ. ഗോവിന്ദ ഒന്നും രഞ്ജുവിനോട് ചോദിച്ചു, അല്ല നീ എന്താ ഇവിടെ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നാട്ടുകാർ മുഴുവൻ കേൾക്കുമല്ലോ, റൂമിൽ പോയിരുന്ന് വിളിക്കണേന്ന് പറയണം. അവളുടെ ഒരു കൊഞ്ചല്, ആ ചെറുക്കൻ അവിടെ എങ്ങാനും നിൽക്കട്ടെ എന്ന് പറയണം. ഈ സമയം രഞ്ജു പറയും, പിന്നെ അങ്ങനെ അവിടെ സൂയിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് രഞ്ജു വീണ്ടും ഫോൺ വിളിക്കുകയാണ്. ഗോവിന്ദൻ അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിൽ പറയാം, ഇവൾക്ക് അറിയത്തില്ലല്ലോ പാസ്പോർട്ട് അവിടെ തടഞ്ഞു വെച്ചിരിക്കുക എന്നുള്ള കാര്യം. കാരണം അവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളെ കുറിച്ചൊന്നും രഞ്ജുവിന് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരണമെന്നും പറഞ്ഞ് അവൾ കിടന്ന് വാശി പിടിക്കണേ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഗോവിന്ദ് താഴേക്ക് ഇറങ്ങി വരുവാണ്. ആ സമയത്ത് അവിടെ അടുക്കള പ്രശ്നം രൂക്ഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴും ഗോവിന്ദ് വന്നിട്ട് ചോദിച്ചു, എന്താ കാര്യം എന്ന് ചോദിക്കാം. ഇത് കേട്ടതും രേഖ പറഞ്ഞു, ഇവിടുത്തെ ഫുഡുകളൊക്കെ ഉണ്ടാക്കാൻ കാഞ്ചനാക്കയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറയാം. ആന്തര കാഞ്ചന ബുദ്ധിമുട്ട് അല്ല, അത് പിന്നെ ഗോവിന്ദ് മാമ കാര്യം എന്താന്ന് പറ, ഇവർക്കെല്ലാം ഓരോ ഫുഡ് വേണം. ഞാൻ പറഞ്ഞു ഒന്ന് മാത്രം ഉണ്ടാക്കോളന്ന്. അതെന്തിനാ ഒന്ന് മാത്രം? രേഖ പറഞ്ഞു, കഞ്ഞി മാത്രം ഉണ്ടാക്കോളെന്നാ കാഞ്ചനക്ക പറയണേ. അതെന്താ കഞ്ഞി മാത്രം ഉണ്ടാക്കാനാ കാഞ്ചനയ്ക്ക് പറ്റുള്ളൂ എന്ന് ചോദിക്കും. അതല്ല, എന്നോടെ രാധികമാമി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത്? ഏതെങ്കിലും ഒരു വിഭവം മാത്രം ഉണ്ടാക്കിയാൽ മതി, ബാക്കിയെല്ലാം കൂടെ ഉണ്ടാക്കി വലിയ ചെലവ് വരുത്തി വെക്കണ്ട, കണ്ണൻ അത് ഭയങ്കര ബുദ്ധിമുട്ടാന്നോ. ഓ അങ്ങനെ, അപ്പൊ രാധികാമ്മയുടെ ഭരണമല്ലേ. അതെ, ഒരു കാര്യം ചെയ്തോളൂ, ഇവരെന്തു പറഞ്ഞാലും അതെല്ലാം ഉണ്ടാക്കി കൊടുത്തണം. പണം മുടക്കുന്നത് ഞാനല്ലേ, ആ കാര്യത്തിൽ വേറെ ആർക്കും ഇത്ര ഉത്കണ്ഠ വേണ്ട എന്നങ്ങോട്ട് പറഞ്ഞു കൊടുത്തേക്കാൻ പറഞ്ഞിട്ട് ഗോവിന്ദ് അങ്ങോട്ടേക്ക് പോവാണ്. അപ്പൊ ഈ സമയം ഗീതു അവരുടെയും കൂടെ താഴെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്തേക്കാണ് പോകുന്നത്. ഈ സമയം പ്രിയ പറഞ്ഞു, എങ്ങനെയുണ്ട് ഇപ്പം, ഞങ്ങൾ പറഞ്ഞിട്ടല്ലേ വിശ്വസിക്കാൻ പറ്റാത്തതെന്ന് ചോദിക്കുകയാണ്. ആ സമയം വരുണാണെങ്കിൽ, ഓഹ് തേമി, രഞ്ജു ഫോൺ വിളിച്ചിട്ടൊന്നും കയറി പോകുന്നില്ലോ എന്നൊക്കെ ഓർത്തോണ്ടിരിക്കുകയാണ്. രഞ്ജു പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞേക്കാം, എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വന്നേക്കണം എന്ന് പറയാം. എൻ്റെ വയറ്റൊരു കുഞ്ഞുണ്ടെന്നുള്ള ബോധം പോലും ഇല്ല. ഈ സമയത്ത് ഭർത്താവിന്റെ കെയറിങ് ഏറ്റവും കൂടുതൽ ഭാര്യ ആഗ്രഹിക്കുന്ന സമയം, ആ സമയത്ത് വരണ്ടേന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് അവസാനം രഞ്ജു മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ഓഹ്, രക്ഷപ്പെട്ടു, സമാധാനമായി എന്നൊക്കെ കരുതിയിട്ട് വരുൺ നേരെ എന്ത് ചെയ്യുവാണ്, ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും മുറിയിലേക്ക് കയറി ചെല്ലുവാണ്. അവിടെ ചെന്നിട്ട് നോക്കുവാണ്, ചുറ്റും നോക്കുകയാണ്. നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ഇതെവിടെയായിരിക്കും പോലും കീയോ. ഓ, ബെഡിനടിയിൽ നോക്കിയിട്ട് കണ്ടില്ല. ഒന്നുകൂടെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും കീ കിട്ടി, രക്ഷപ്പെട്ടു. പതുക്കെ പോയി അലമാരി തുറക്കുവാണ്. അലമാരി തുറന്നു കഴിഞ്ഞിട്ട് ആമാടപ്പെട്ടി എടുത്തു. ആമാടപ്പെട്ടി എടുത്ത് പുറത്ത് വെച്ചു. അത് തുറന്നു നോക്കിയപ്പോഴത്തേനും കണ്ണ് മഞ്ഞളിച്ചു പോയി. നിറച്ച് സ്വർണ്ണാഭരണങ്ങൾ പോളിഷ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. ഓ, രക്ഷപ്പെട്ടു എന്നോർത്ത് കഴിഞ്ഞപ്പോഴത്തേനുമാണ്
ഗോവിന്ദന്റെ ഫോണിന്റെ റിംഗ് ടോൺ പോലത്തെ റിംഗ് ടോൺ വെക്കുന്നത്. അയ്യോ, ഗോവിന്ദേട്ടൻ വരുന്നുണ്ടെന്ന് തോന്നേ. പെട്ടെന്ന് ആ ആമാടപ്പെട്ടി എടുത്ത് തിരികെ വെച്ചിട്ട് വാഷ്റൂമിന്റെ അങ്ങോട്ടെ ആ സൈഡിൽ പോയി ഒളിച്ച് നിൽക്കുവാണ്. പെട്ടെന്ന് തന്നെ അങ്ങോട്ടെ അകത്തേക്ക് കയറി വന്നാൽ താൻ എന്ത് മറുപടി പറയും എന്നോർത്ത് വരുൺ അവിടെ പമ്മി നിൽക്കുക. ആ സമയം ആ റിംഗ് ടോൺ വന്നത് വേറെ ആരുടെ ഫോണിലേക്കായിരുന്നില്ല, സത്യദാസിന്റെ ഫോണിലായിരുന്നു. സത്യദാസിന്റെ ഫോണിലേക്ക് അനാർക്കലി വിളിച്ചിരുന്നു. അനാർക്കലി പണ്ടാരത്തിനെ വിളിക്കാൻ കണ്ട സമയം എന്നൊക്കെ കരുതിയിട്ട് ഗീതുവിന്റെ ഗോവിന്ദന്റെ മുറിയുടെ അങ്ങോട്ട് വരുവാണ്. അപ്പോഴേക്കുമാണ് അവിടെ രാധികാമ്മ നിൽക്കുന്നത്. രാധികാമ്മ കണ്ടു. കണ്ണ് കാണത്തില്ലാത്ത പറയുന്ന മനുഷ്യൻ എങ്ങനെ ഇത്ര വ്യക്തയോടെ ഇങ്ങോട്ട് കയറി വരുന്നേ, എന്തിനാ പോലും ഇങ്ങോട്ടേക്ക് വരുന്നേ, ഒന്നും മനസ്സിലായില്ല. രാധികാമ്മ അവിടെ പമ്മി നിന്നു. എന്തോ ഒരു ഉദ്ദേശമുണ്ടല്ലോ. പിന്നീട് ചുറ്റുമൊക്കെ നോക്കിയൊന്ന് ആരെയും കണ്ടില്ല. സത്യദാസ് നേരെ ഗീതുവിന്റെയും ഗോവിന്ദന്റെയും മുറിയിലേക്ക് വരുവാണ്. വന്നു കഴിഞ്ഞ് നോക്കിക്കഴിയുമ്പത്തേനും കൊള്ളാലോ, ഇതാരാ ഇവര് മുറിയില്? ഓ, എന്തെങ്കിലും ആട്ടെ എനിക്ക് തോന്നിയായിരിക്കും എന്നൊക്കെ ഓർത്തിന് മുറി തുറന്നിട്ടായിരിക്കുക. സന്തോഷമായല്ലോ എന്നോർത്ത് അകത്തേക്ക് കയറി ചെല്ലുക. അകത്തേക്ക് കയറി ചെന്നപ്പോഴത്തേനും അതിനേക്കാളും വലിയ സന്തോഷം. കാരണം അലമാരിയെ തന്നെ കീ കിടക്കുന്നു. ഈ ഗോവിന്ദനും ഗീതനും ഇത്രമാസം ശ്രദ്ധയില്ലേ? അലമാരിക്കകത്ത് ഇത്ര സ്വർണം വെച്ചിട്ട് കീയൊക്കെ അത്ത ഇട്ടിട്ട് പോയിരിക്കുന്നു. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ കരുതിയിട്ട് എന്ത് ചെയ്യാണ്, പതുക്കെ അതിനകത്തേക്ക് കയറിയിട്ട് അലമാരി തുറന്ന് ആമാടപ്പെട്ടി പുറത്തെടുത്ത് വെക്കുക. കട്ടയിലെടുത്ത് വെച്ച് അത് തുറന്നു നോക്കി. രക്ഷപ്പെട്ടു. ഇനി എന്ത് ചെയ്യണം എന്നറിയത്തില്ല. എത്രയും പെട്ടെന്ന് ഇതും കൊണ്ട് കടക്കണം. ആ സമയത്ത് രാധികാമ്മ എന്ത് ചെയ്യണം, പതുക്കെ കഥയിനും ഉള്ളിൽ കൂടെ അകത്തേക്ക് നോക്കുവാണ്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും സ്വർണം എടുത്ത് പിടിച്ചിരിക്കുന്ന സത്യദാസനെ കണ്ട. ഓഹോ, അപ്പൊ അതാണ് കാര്യം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രണ്ടിലും തീരുമാനിച്ചിട്ട് തന്നെ കാര്യം. ഇയാൾ ഇവിടെ ഉള്ളിടത്തോളം കാലം തനിക്കൊരു സ്വാതന്ത്ര്യമില്ല. താഴേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാൻ പോലും പറ്റുന്നില്ല. ഇയാൾ ഇവിടുന്ന് പോണം. ഇയാളെ ഓടിക്കാൻ പറ്റിയ അവസരം ഇത്. പണി കൊടുക്കാം എന്ന് കരുത്തിയിട്ട് രാധികാമ്മ പതുക്കെ ആ കഥക് ചേർത്തിട്ട് പുറത്തുനിന്ന് അങ്ങോട്ട് കുറ്റിയിടുവാണത്. അത് അകത്ത് കിടക്കട്ടെ, ഇപ്പൊ തന്നെ പണി കൊടുത്തിട്ടേ ഉള്ളൂ എന്ന് കരുതിയിട്ട് രാധികാമ്മ നേരെ ഗോവിന്ദനും ഗീതനും ഒക്കെ കാണാനായിട്ട് ചെല്ലുവാണ്. ആ സമയത്ത് അവര് ഭയങ്കര ചർച്ചയിലായിരുന്നു താഴെ. ഇവരെന്താ ഇത്ര വലിയ ചർച്ച നടത്തുന്നത്? ഒരു പക്ഷേ എങ്കില് ഇനിയിപ്പോ കമ്പനി കാര്യങ്ങളും മറ്റും ആണോ? എന്താണെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ അത് തന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല. ഇപ്പൊ അവരെ എത്രയും പെട്ടെന്ന് മുകളിൽ എത്തിക്കണം. പിന്നീട് രാധികാമ്മ അവിടെ ബാൽക്കണിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ഗോവിന്ദന്ന് വിളിക്കുകയാണ്. ഗോവിന്ദ് നോക്കി. എന്താ? അതെ, കള്ളൻ എന്ന് പറയണ. കള്ളനോ? അതെ, കള്ളന. അപ്പം അവര് കേട്ടന്നാ കണ്ണൻ എന്നാ. അതെ, രാധികാമ്മ കണ്ണൻ അവിടെ കിടന്ന് വിളിക്കുന്നുണ്ടെന്ന് പറയണ. ഇത് കേട്ട ഗോവിന്ദ് പറഞ്ഞു, അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അതെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നമുക്ക് പറയാന്ന് പറയണം. നമ്മളെവിടെ പറഞ്ഞു നിർത്തിയത് എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് പറയണം. ഒരു കാര്യം ചെയ്യാം, അജാസിനോട് ഞാൻ സംസാരിക്കാം. അജാസിനോട് സംസാരിച്ച് വേണ്ട വിധം കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാം. ആ കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട. അവർക്ക് ധൈര്യമായിട്ടിരിക്കുക. അജാസിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ ഞങ്ങളെ ഒന്നിപ്പിക്കാം എന്നൊക്കെ പറയണം. വീണ്ടും രാധികാമ്മ അവിടുന്ന് കണ്ണാന്ന് വിളിക്കുവാണ്. എന്താ അത്? കള്ളൻ എന്ന് പറയണേ. കള്ളൻ? ഇതേ ഗോവിന്ദേട്ടൻ കള്ളനാന്നാന്ന് തോന്നേ പറയണേന്ന് ഗീത് പറയണം. ഞാൻ കള്ളനാന്ന്? അതെ, കള്ളൻ എന്നാ പറയണേന്ന് പറയാം. ഈ രാധികാമ്മയുടെ ഒരു കാര്യം ഈ സമയം അപർണയെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു അതൊന്നുമല്ല. രാധികാമ്മയ്ക്ക് എന്തോ നിങ്ങളോട് പറയാനുള്ള പോലെ എനിക്ക് തോന്നുന്നത്. ഞങ്ങളോടോ? അതെ, ചുമ്മാ വെറുതെ എന്തേലും ആയിരിക്കും എന്ന് പറയണ. അപ്പോഴേക്കും പറഞ്ഞു വീണ്ടും കള്ളന്ന് കിടന്ന് പറയാണ്. എന്തോ കാര്യമുണ്ട്. അവരുടെ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിനെക്കുറിച്ച് നാളെ ഡിസ്കസ് ചെയ്യാം. ഞാനെന്നാ ഇപ്പത്തെ ഇറങ്ങുമെന്ന് പറയണം. എന്നാൽ ശരി, നാളെ കാണാം എന്ന് പറഞ്ഞിട്ട് ഇതും ഗോവിന്ദും കൂടെ അകത്തേക്ക് കയറി വരുവാണ്. ഈ സമയം രാധികാമ്മ എന്ത് ചെയ്ത് താഴെ കാഞ്ചനയുടെ പ്രിയയുടെ രഹയുടെ അടുത്തേക്ക് ഓടി വരുവാണ്. കള്ളൻ എന്ന് പറയണം. കള്ളൻ എവിടെ? അതെ, കണ്ണന്റെ മുറിയിലുണ്ടെന്ന് പറയണം. മുറിയിലോ? അപ്പോഴേക്കും ഗീതവും ഗോവിന്ദും കൂടെ അങ്ങോട്ടേക്ക് വന്നു. എന്താ കാര്യം? കണ്ണ, നിന്റെ മുറിയിലേക്ക് കള്ളൻ കയറിയെന്ന് പറയണം. ഏത് കള്ളൻ? ഞാനൊരു മിന്നായം പോലെ കണ്ടോളൂ, ശരിക്കും വ്യക്തമായില്ല. പക്ഷെ ഞാൻ മുറി പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടാ വന്നേന്ന് പറയണം. ആണോ? പെട്ടെന്ന് തന്നെ ദേഹിച്ചു. അല്ല, ആ മുറിക്കകത്തല്ലേ ആമാടപ്പെട്ടി ഇരിക്കണം എന്ന് വെക്കും. അതേന്ന് പറയണം. ഗീതവും ഗോവിന്ദും ഒക്കെ അങ്ങോട്ടേക്ക് ഓടുവാണ്. ദേഹം പ്രിയം പോയി. ഈ സമയത്ത് കാഞ്ചന ആലോചിച്ചു, കള്ളനാണ്, ചുമ്മാ പോയിട്ട് കാര്യമില്ല. കള്ളന്റെ കയ്യിൽ വെപ്പണസ് ഒക്കെ കാണും. അങ്ങനെയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ എന്തേലും വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് എന്തേലും പ്രതിരോധിക്കാനുള്ള എന്തേലും സാധനം ഇവിടെ അടുക്കളയിലുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞ് നേരെ അടുക്കളയിലേക്ക് ഓടുവാണ് കാഞ്ചന. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.